വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 13, 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. ഒരു സാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെയുണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. സാപത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാപത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ സാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതിലെന്നോ? ഇത് കേട്ട് അവന്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു. വിവാദ വിഷയങ്ങളോടുള്ള യേശുവിന്റെ മൂല്യാധിഷ്ഠിത സമീപനം. ശാബത്ത് ദിനാചരണത്തോടനുബന്ധിച്ച് യേശുവിന്റെ ജീവിതത്തിൽ ഒരുപാട് വിവാദങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നതായിട്ട് നാം കാണുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാണ് യഹൂദ ജനത എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ഒരു ദിശാബോധം അവർക്ക് നൽകുന്നതിനു വേണ്ടിയും നേരായ മാർഗത്തിൽ അവർ ജീവിക്കുന്നതിന് അവരെ സഹായിക്കുന്നതിനും വേണ്ടി കൂടെയാണ് ദൈവം അവർക്കായിട്ട് ശാബത്ത് നിയമം നൽകിയിരിക്കുന്നതെന്ന് യേശുവിനും നന്നായിട്ട് അറിയാം. എന്നാൽ സമൂഹത്തിലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഫരിസേയരും നിയമജ്ഞരും ഈ ശാബത്ത് നിയമത്തെ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഉപകരിക്കുന്ന രീതിയിലും വ്യാഖ്യാനിച്ച് നടപ്പിലാക്കുന്ന ഒരു ദുസ്ഥിതി യേശു ശ്രദ്ധിക്കാനിടവരുന്നു. ഇതിനോട് തീർത്തും നിഷേധാത്മകമായിട്ടുള്ളൊരു നിലപാടും അത് തിരുത്തേണ്ടതാണെന്ന് ഉള്ള ഒരു നിഗമനമാണ് യേശുവിൻ്റേത്. യഥാർത്ഥത്തിലുള്ള ശാബത്ത് നിയമം അതിന്റെ പരിശുദ്ധിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം, അതിന്റെ ചൈതന്യത്തിൽ ജനങ്ങളെ ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം യേശുവിന്റെ ജീവിതത്തിൽ പലപ്പോഴും ശാബത്ത് ദിനാചരണത്തിനോടനുബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക് യേശു ഇട നൽകുന്നത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഈ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു ശാബത്ത് ദിനത്തിൽ പതിവ് പ്രകാരം യേശു സിനഗോഗ് സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി പോകുന്നു. ആ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നിരുന്ന ജനങ്ങളിൽ ഒരു പ്രത്യേക രോഗിയെ യേശു ശ്രദ്ധിക്കുന്നു. വൃദ്ധയായിട്ടുള്ളൊരു സ്ത്രീയാണ്. കൂലി പിടിച്ച് തല ഉയർത്തി നിൽക്കാൻ സാധിക്കാതെ തീർത്തും ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയിലെത്തിയിരിക്കുന്ന ആ വിധവയെ യേശു രക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുന്നു, സ്വതന്ത്രയാക്കാൻ തയ്യാറാകുന്നു, അതിനെ ആ വിധവയുടെ അസുഖം മാറ്റാൻ തയ്യാറാകുന്നു. യേശുവിനറിയാം അത് വിവാദങ്ങൾക്ക് വഴിതെളിയിക്കുമെന്ന്. എങ്കിലും തന്റേതായിട്ടുള്ള ഉത്തമ ചില ലക്ഷ്യങ്ങൾ സമൂഹത്തിൽ നടപ്പിലാക്കാൻ അത് ഉപകരിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ ആ സ്ത്രീയെ യേശു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സുഖമാക്കുന്നു. സ്ത്രീയുടെ കൂന് മാറുന്നു. സ്ത്രീ വളരെ പ്രസന്നവദനയായിട്ട് കാണപ്പെടുന്നു. ഇത് കാണാനും കേൾക്കാനും ഇടവന്ന ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ഫരീസേയരും നിയമപണ്ഡിതരും സ്വാഭാവികമായിട്ട് യേശുവിനോട് എതിർക്കുന്നു. കാരണം പരിപാവനമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട ശാബത്ത് നിയമം യേശു ലംഘിച്ചു എന്നുള്ളതാണ് അവരുടേതായിട്ടുള്ള വിമർശനം.
ആ വിമർശനത്തിനെ യേശു മുഖവിലയ്ക്ക് തന്നെ ഏറ്റെടുക്കുന്നു. യേശു യുക്തിഭദ്രമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നു. ശാബത്ത് നിയമത്തിൽ നന്മ ചെയ്യരുത് എന്ന് ഒരു മുടക്ക് കൽപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം ഉദ്ദേശിച്ചിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ദൈവത്തിനുള്ളത് ദൈവത്തിനും കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വം മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശാബത്ത് നിയമം വെച്ചിരിക്കുന്നത് എന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിൽ യേശു യുക്തിഭദ്രമായ തന്നെ രീതിയിൽ തന്റെ പ്രവർത്തനത്തെ ന്യായീകരിക്കുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. ഈ പ്രവർത്തനത്തിനോട് രണ്ടു വിധത്തിലാണ് സമൂഹം പ്രതികരിക്കുന്നത്. ഒരു വിഭാഗം യേശുവിന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം എതിർക്കുന്നു. എന്നും മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണിത്. സ്വന്തം മാതാവിനെ മർദ്ദിച്ചാലും അതിനെ സമൂഹത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാകുന്ന ഒരു സ്ഥിതിവിശേഷം അന്നും ഉണ്ടായി കാണണം, ഇന്നും ഉണ്ട്. അത് ആ പഴഞ്ചൊല്ല് അന്വർത്ഥമാകത്തക്ക വിധത്തിൽ ഇത് സമൂഹത്തിലെ വലിയൊരു വിവാദമായിട്ട് തീരുന്നു. ഇതാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത്തരം വിവാദങ്ങളെ ഒരു തരത്തിലും ഭയപ്പെടാതെ അവയെ ധീരോദാത്തമായിട്ട് നേരിടുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് യേശു സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നാം ഓർക്കണം.